ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു വാനില കേക്ക് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാമേ. എന്നിട്ട് ഇതൊന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാവേ. വേണ്ടി ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. മിക്സിയുടെ ജാറിലൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ. അത് നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഞാൻ നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളി വെച്ചിരുന്നതാണ്. കോഴിമുട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എടുക്കാമേ. അത് ഞാൻ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത് 1/4 കപ്പുണ്ട്. ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി സൺഫ്ലവർ ഓയിൽ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാവേ. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് കുറേശ്ശെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാമേ. ഇത് ഞാൻ ഈ സ്പാച്ചില കൊണ്ട് നന്നായി മിക്സ് ചെയ്യുവാണ്. ഇതിൽ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതിൽ പാല് ചേർക്കുന്നില്ല, കാരണം ഇതിനി പാലും കൂടെ ചേർത്താൽ ഇത് ലൂസായി പോവും. ഇപ്പം ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ബാറ്റർ. ഞാൻ അതിനുവേണ്ടി ഈ കേക്ക് ടിന്നിനകത്ത് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ബാറ്റർ നന്നായി ഈ പാച്ചിലോണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കണേ, ഒത്തിരി ലൂസായി പോകരുത്. ഇത് ഞാൻ ഈ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഞാൻ ഓവനിലൊരു 30 മിനിറ്റ്സ് ഇപ്പം വയ്ക്കുകയാണ്. ഇനി ഇതിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും പോയിട്ട് ഇത് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുവാണ്. കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാണ്. ഞാൻ ഈ പാനിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 250 ml കപ്പാണ്. 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ച് ഈ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാമേ. തിളച്ച് പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ. ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവൂ. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ഇനി കേക്കിൻ്റെ ഞാൻ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാമേ. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാവൂ. ഇനി അടുത്ത ലെയർ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഈ ഭാഗം വേണം ഏറ്റവും മുകളിൽ വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കണം. ഇനി കേക്കിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാമേ. അതിനുവേണ്ടി ഈ ബൗൾ ഞാൻ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല, ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്.
അതിനുവേണ്ടി ഞാൻ ഈ കപ്പിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് വേറൊരു കേക്ക് ചെയ്തതിൻ്റെ വിപ്പിംഗ് ക്രീം കുറച്ച് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമേ എടുത്തിട്ടുള്ളേ. നന്നായി ബീറ്റ് ചെയ്തെടുക്കാമേ. ഞാൻ ആദ്യം ലോയിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റിലിട്ടാണ് ബീറ്റ് ചെയ്തത്. അത് ഞാൻ സെക്കൻഡിലേക്ക് മാറ്റുകയാണ്. അത് കഴിഞ്ഞത് തേർഡിലേക്ക് മാറ്റുകയാണ്. അത് ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ബോർഡിൽ വെച്ച് കുറച്ച് ക്രീം പുരട്ടി കൊടുക്കുകയാണ്. ഈ കേക്ക് ഇവിടെ ഉറച്ചിരിക്കാൻ വേണ്ടി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ക്രീം പുരട്ടി കൊടുക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ അടുത്ത് നേരത്തെ ഇരുന്ന ക്രീമാണ് ഇപ്പം ഞാൻ പുരട്ടി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്കിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗം ഇവിടെ വേണം ഇങ്ങനെ വെച്ച് കൊടുക്കണം മുകളിൽ. സ്ക്രാപ്പർ കൊണ്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇതിൻ്റെ മുകളിൽ വേറെ ഡിസൈൻ ഉണ്ട്. ഇപ്പം ഞാൻ ഇത്ര ചെയ്യുവാണ്. ഇപ്പം ഞാനിത് ഫ്രീസറിലോട്ടൊരു 1 hour ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഈ ബ്ലൂ കളറും കൂടെ ചേർക്കുവാണ്. ഇത് ശകലം കളറ് ഇതിൻ്റെ മുകളിലൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഒരു ഡ്രോപ്പേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാമേ. ഞാൻ ഒരു ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. കളർ കുറവാണ്, അപ്പോൾ അതുകൊണ്ട്. ഇനി ഇത് ഈ പൈപ്പിംഗ് ബാഗിലൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ.
നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് 5 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണ്. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ശരിക്കും ഇത് 5 മണിക്കൂർ ആയിട്ടില്ല. ഞാൻ നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തതാണിത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.